മനഃശാസ്ത്രപരമായ ഒരു സത്യം പറയട്ടെ. നടന്ന ചില കാര്യങ്ങൾ നടന്നിട്ടില്ല എന്ന് തറപ്പിച്ച് പറയുകയും, നടക്കാത്ത ചില കാര്യങ്ങൾ നടന്നു എന്ന് ഉറപ്പിച്ച് പറയുകയും ചെയ്യുന്ന ഒരു ജീവിത പങ്കാളി നിങ്ങൾക്കുണ്ടോ? അങ്ങനെ അവര് നിങ്ങളെ വല്ലാതെ കൺഫ്യൂഷനാക്കാറുണ്ടോ? മാത്രമല്ല, നിങ്ങളെങ്ങാനും വഴക്കുണ്ടാക്കി പങ്കാളിയെ വിട്ടുപോകുമോ എന്ന് തോന്നുമ്പോൾ പെട്ടെന്ന് ലവ് ബോംബ്, അതായത് അമിതമായി സ്നേഹം പ്രകടിപ്പിച്ച് നിങ്ങളെ കൂടെ നിർത്താൻ അവർ ശ്രമിക്കാറുണ്ടോ? അതുമല്ല, ചില സമയങ്ങളിൽ വഴക്കിടുമ്പോൾ നിങ്ങളെ പൂർണ്ണമായി അവഗണിച്ച് ദിവസങ്ങൾ, ആഴ്ചകൾ, മാസങ്ങൾ നിങ്ങളോട് മിണ്ടാതിരുന്ന് നിങ്ങൾക്ക് സൈലന്റ് ട്രീറ്റ്മെന്റ് തന്ന് വേദനിപ്പിക്കാറുണ്ടോ? അതുമല്ല, ചില വഴക്കുകൾ ഉണ്ടാകുമ്പോഴേക്ക് നിങ്ങളാണ് എല്ലാ പ്രശ്നത്തിനും കാരണം. സ്വന്തം ജീവിതം തകർന്നതിന്, കുടുംബം തകർന്നതിന്, ആളുടെ കുടുംബത്തിൽ പ്രശ്നമുണ്ടായതിന് ഒക്കെ നിങ്ങളാണ് കാരണമെന്ന് പറയുകയും സ്വയം ഒരു ഉത്തരവാദിത്വവും ഏറ്റെടുക്കാതിരിക്കുന്ന ഒരു പങ്കാളിയാണോ നിങ്ങളുടേത്? അതുമല്ല, ചില സമയങ്ങളിൽ വഴക്കുണ്ടാകുമ്പോൾ നിങ്ങളാണ് എല്ലാ പ്രശ്നത്തിനും കാരണക്കാരൻ എന്ന് സ്വന്തക്കാരോടും ബന്ധുക്കാരോടും പോയി പറയുകയും അവരിൽ നിന്ന് ചിലരെ കൊണ്ടുവന്ന് നിങ്ങളെ ഉപദേശിപ്പിച്ച് നന്നാക്കാൻ ശ്രമിക്കുകയും വേണ്ടി വന്നാൽ ചിലപ്പോൾ സൈക്കോളജിസ്റ്റ്, സൈക്കാട്രിസ്റ്റിൻ്റെ അടുത്ത് നിങ്ങളെ ട്രീറ്റ്മെൻറ്റിന് കൊണ്ടുപോകാൻ ശ്രമിക്കുകയും ചെയ്യുന്ന ഒരു പങ്കാളിയാണോ നിങ്ങൾക്കുള്ളത്? ഇതിൻ്റെ പേരാണ് നാർസിസ്റ്റിക് പേഴ്സണാലിറ്റി ഡിസോർഡർ. ഇത് ഒരു പേഴ്സണാലിറ്റി ഡിസോർഡർ ആയതുകൊണ്ട് നിങ്ങൾക്കോ എനിക്കോ അത് പെട്ടെന്ന് മാറ്റാൻ പറ്റില്ല. അപ്പോൾ ഇതിനോട് എങ്ങനെ പ്രതികരിക്കണമെന്ന് ചോദിച്ചാൽ, അവരുടെ ഈ സ്വഭാവത്തെ പേഴ്സണലായി എടുക്കാതിരിക്കുകയും ബുദ്ധിപൂർവ്വം അതിനെ കാണുകയും വളരെ തന്ത്രപൂർവ്വം അതിനെ നേരിടുകയും ചെയ്യുകയല്ലാതെ വേറെ വഴിയില്ല. ദൈവവചനമാകുന്ന പരിച ഹൃദയത്തിന് കാവലാക്കി നിർത്തി നിങ്ങൾ മുന്നോട്ട് പോവുക.